നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. താമര ചിഹ്നത്തോടുള്ള അലർജി കേരളത്തിന് മാറി എന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് കെ മുരളീധരൻ. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ തോറ്റു 3ാം സ്ഥാനത്തായതിനു ശേഷം ഒരുപക്ഷെ അദ്ദേഹത്തിന് വെളിപാടുണ്ടായതായിരിക്കാം. പക്ഷേ അദ്ദേഹം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അതിൽ യാഥാർത്ഥ്യമുണ്ട് എന്ന് അദ്ദേഹം കേൾക്കുന്ന മലയാളികൾക്കെല്ലാം അറിയാം. കാരണം തൃശ്ശൂരിൽ വലിയ ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി ജയിച്ചത് വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമല്ല. തീർച്ചയായിട്ടും വ്യക്തിപ്രഭാവമുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അവരുടെ സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും അവർ സുരേഷ് ഗോപി ആയിരിക്കും അവിടെ മത്സരിക്കുക എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഏതാണ്ട് 1.5 വർഷത്തിന് മുമ്പ് തന്നെ സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ തുടങ്ങിയിരുന്നു. അതിനൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒന്നിലധികം തവണ തൃശ്ശൂരിലേക്ക് എത്തിച്ചു. അതിനോട് ചേർത്ത് വായിക്കേണ്ട കാര്യം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം BJP നേടിയെടുത്ത വോട്ട് വളർച്ചയാണ്. രാജീവ് ചന്ദ്രശേഖർ എന്ന സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് ആ തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിക്കുന്ന സമയത്താണ് പ്രഖ്യാപിച്ചും കഴിഞ്ഞ് ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഒരു 4-5 മാസത്തിന് മുമ്പേ തന്നെ തിരുവനന്തപുരത്ത് വന്നിരുന്നെങ്കിൽ ഈ റിസൾട്ടല്ല ഒരുപക്ഷെ അവിടെ കാണാൻ സാധിക്കുക എന്ന കാര്യം കൂടി ഇവിടെ ഈ കെ മുരളീധരൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് അതിൻ്റെ അർത്ഥം നല്ല മുന്നൊരുക്കത്തോടു കൂടി BJP എന്ന പാർട്ടിയാണെങ്കിലും കേരളത്തിൽ പ്രവർത്തിച്ചാൽ അവർക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായി ഒരു ജനസമൂഹം ഇവിടെ മാനസികമായി തയ്യാറായി കഴിഞ്ഞു. നേരത്തെയൊക്കെ ഇടതും വലതുമൊക്കെ പടച്ചു വച്ചിരിക്കുന്ന ചില തൊട്ടുകൂടായ്മയും മറ്റുമൊക്കെ ഉണ്ടല്ലോ. BJP ആണ്, സംഘപരിവാറാണ്, RSS ആണ്, അവർക്ക് ഈ മണ്ണിൽ കാലുകുത്താൻ അനുവദിക്കരുത്, അവരെ അകറ്റി നിർത്തുക തുടങ്ങിയ പിപ്പിടി വിദ്യകളൊന്നും ഇനിമേൽ ചിലവാകില്ല എന്നാണ് കെ മുരളീധരൻ തന്നെ പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു സത്യം വിളിച്ചു പറയാൻ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ തോറ്റു 3ാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നു. ഒരുപക്ഷെ അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല തോറ്റാലും 2ാം സ്ഥാനത്ത് കിടക്കും എന്നായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം വിചാരിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ജില്ല കൂടിയാണല്ലോ തൃശ്ശൂർ. അവിടെ അദ്ദേഹം വളരെ ദയനീയമായ രീതിയിൽ 3ാം സ്ഥാനത്തേക്ക് പോകുന്നു. അവരാരും പ്രതീക്ഷിക്കാത്ത, ഒരുപക്ഷെ BJPക്കാർ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഭൂരിപക്ഷം, 75,000-ഓളം ഭൂരിപക്ഷം സുരേഷ് ഗോപി എന്ന BJPക്കാരൻ നേടുന്നു. അതിനൊപ്പം അദ്ദേഹം MP ആവുന്നു, മന്ത്രിയാവുന്നു, MP ആവുന്നു, അതിനൊപ്പം കേന്ദ്രമന്ത്രിയാവുന്നു. അപ്പോൾ ഒരു സിനിമാ നടൻ്റെ യാദൃച്ഛികമായിട്ടുള്ള ഒരു വിജയമായിട്ട് മാത്രം അതിനെ കണക്കാക്കാൻ പറ്റില്ല. അത് ഇതിനകം തന്നെ എല്ലാവരും ചർച്ച ചെയ്തതാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രത്യേകിച്ചും ആലപ്പുഴയിലും ആറ്റിങ്ങലിലും BJP എന്ന പാർട്ടി നേടിയ വോട്ട് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിനെ അക്ഷരാർത്ഥത്തിൽ തന്നെ അത് ഞെട്ടിക്കുന്നുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിന്നെ തുടർന്ന് വരുന്ന മറ്റു തിരഞ്ഞെടുപ്പുകളിലെല്ലാം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. കാരണം അവരുടെ അടിത്തറ വോട്ടുകളാണ് BJPയിലേക്ക് പോയത് എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. അതിനൊപ്പം തന്നെ കെ മുരളീധരൻ എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് തൃശ്ശൂരിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. തൃശ്ശൂരിൽ ഒരു മതസ്ഥരുടെ ഒഴിച്ച് ആ മതസ്ഥരിൽ നിന്നും കിട്ടി, കുറച്ച് വോട്ട് അവിടെ നിന്ന് കിട്ടി. പക്ഷേ ബാക്കി എല്ലാ കൂട്ടരിൽ നിന്നും ധാരാളം വോട്ടുകൾ BJP സമാഹരിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മുരളീധരൻ തുറന്നു പറഞ്ഞു. അതായത് മുൻകാലങ്ങളിൽ ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞ് വേർതിരിച്ച് വെക്കുമായിരുന്നു. BJP എന്നാൽ ഭൂരിപക്ഷത്തിൻ്റെ പാർട്ടിയാണ്, ഹിന്ദുത്വ പാർട്ടിയാണ്, അതിനാൽ ന്യൂനപക്ഷങ്ങൾ അവർക്ക് വോട്ട് ചെയ്യരുത് എന്നൊരു നരേറ്റീവായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. അത് പൊളിഞ്ഞിരിക്കുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി. അതിനാൽ തന്നെ ഇനി ആ ഒരു പ്രതീക്ഷയോടെ ഇടതുപക്ഷവും വലതുപക്ഷവും ഇവിടെ പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. BJP ഇവിടേക്ക് കടന്നു കയറിയിരിക്കുന്നു. അവരെക്കാൾ മികച്ച രീതിയിൽ പ്രവർത്തിച്ച് അവരെ അകറ്റി നിർത്തുക എന്ന മാർഗം മാത്രമേ മുന്നിലുള്ളൂ. അല്ലാതെ പഴയതുപോലെ RSSനെയും സംഘപരിവാറിനെ അകറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ ജനങ്ങളിലേക്ക് അടുക്കുകയുള്ളൂ. അതിനാൽ ക്രിയാത്മകമായി പ്രവർത്തിക്കുക, അവരെ മറികടക്കാൻ നോക്കുക, അല്ലാതെ മറ്റു മാർഗമില്ല. അവർ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ യാഥാർത്ഥ്യം ഇനിയെങ്കിലും അംഗീകരിക്കുക എന്ന നഗ്ന സത്യം കൂടി കെ മുരളീധരൻ തുറന്നു പറഞ്ഞിരിക്കുന്നു.